ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. രാവിലെ കുറച്ച് മസാല ഉണ്ടാക്കി വെച്ചു. മസാല എന്ന് പറഞ്ഞാൽ സവാളയും എല്ലാ ഐറ്റംസും നമ്മൾ സാധാരണ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള ഐറ്റംസ് ഇല്ലേ, തക്കാളിയും മസാലകളും എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട്. തേങ്ങാപ്പാൽ ചേർക്കത്തില്ല. ബാക്കി ആ ഒരു കറിയുടെ ബേസ് നമ്മൾ ഒണിയൻ ടൊമാറ്റോ ഗ്രേവിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അപ്പോൾ കുറച്ച് എണ്ണയൊക്കെ അധികം ചേർത്തിട്ടുള്ള മിക്സ് അത് ഞാൻ ഫ്രീസറിൽ സൂക്ഷിക്കും കേട്ടോ. അപ്പോൾ ചില തിരക്കുള്ള മോർണിംഗ്സിനൊക്കെ എനിക്കത് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ ചിലപ്പോൾ ഈവനിങ്ങിൽ പെട്ടെന്ന് ഒരു മുട്ടക്കറിയോ പീസ് കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഇത് ഹെൽപ്ഫുള്ളാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ എനിക്കത് വർക്ക് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഉച്ച കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. പിന്നെ ക്ലീനിങ്ങിനായിട്ട് നമ്മുടെ റോബോനെ ഓണാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ റോബോനൊരു പേരിടണം എന്നൊക്കെ പറഞ്ഞിട്ട് സജഷൻ വന്നിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഗൂഗിൾ മാപ്സിൽ ഉള്ള ഒരു സൗണ്ട് പോലത്തെ സൗണ്ടാണ്. അപ്പോൾ ഒരു ലേഡി സൗണ്ട് ആയതുകൊണ്ട് തന്നെ ഒരു ഗേൾ നെയിം ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ ഏത് ഏരിയയിലാണോ ക്ലീൻ ചെയ്യേണ്ടത് അവിടെ എന്തെങ്കിലുമൊക്കെ താഴെ വീണ് കിടപ്പുണ്ടെങ്കിൽ നമ്മളത് മാറ്റി കൊടുക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ ചെറിയ ഐറ്റംസൊക്കെ ആണെങ്കിൽ അത് ഉള്ളിലോട്ട് എടുക്കും, അത് ക്ലീനാക്കി എടുക്കും. അതല്ലെങ്കിൽ അത് സ്റ്റക്കാവും. അപ്പോൾ എനിക്ക് ആമസോണിൽ നിന്നൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലെന്തായിരുന്നു എന്നുള്ളത് അടുത്ത വ്ളോഗിൽ കാണിക്കാം കേട്ടോ, കാരണം അടുത്ത ദിവസമാണ് ഞാനത് പൊട്ടിച്ചത്. പിന്നെ ഉച്ച കഴിഞ്ഞാണ് ഒന്ന് നാപ്പ് ചെയ്യുന്നത്. ആ ഒരു ടൈമിലാണ് കേട്ടോ കുറച്ച് നേരം ഒന്ന് റീഡ് ചെയ്യുന്നത്. ഒരുപാട് നേരമൊന്നുമില്ല, ഒരു 3-4 പേജെങ്കിലും വായിക്കാൻ നോക്കും. ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ജസ്റ്റിസ് ഫാത്തിമ ബീവിയുടെ ജീവിത കഥയാണ് കേട്ടോ. പിന്നെ വൈകുന്നേരത്തെ ചായയുടെ ടൈമായി. ചായ നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇവിടെ എടുക്കുക. പിന്നെ നമ്മൾ മൂന്നാറിന്ന് വാങ്ങിച്ച ചായപ്പൊടി വിത്ത് പിന്നെ മസാല ഫ്ലേവറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ചായ തന്നെയാണ് എടുക്കുക. പിന്നെ എനിക്ക് കുറേ പാത്രങ്ങൾ, ഉച്ചക്കലത്തെ പാത്രം ഞാൻ കഴുകിയിട്ടല്ല, കാരണം ഒരു 2 ഒക്കെ കഴിയുമ്പോൾ പാത്രം കഴുകിയിട്ടില്ലെങ്കിൽ ഞാൻ എന്തായാലും പിന്നെ എൻ്റെ ആ റെസ്റ്റിംഗ് ടൈമും റീഡിങ് ടൈമും ഒന്നും ഒഴിവാക്കാറില്ല. അത് കഴിഞ്ഞ് പിന്നെ വേഗം തന്നെ ഇട്ടിരിക്കുന്ന കിച്ചൺ നീറ്റാക്കിയിട്ട് പോവും. എന്നിട്ട് പാത്രങ്ങൾ പെൻഡിങ് ഉണ്ടെങ്കിൽ അത് കഴുകിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഇത് മൾട്ടി മില്ലറ്റ് ചപ്പാത്തി എന്ന് പറഞ്ഞിട്ട് ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ലേ. ഇത് പലതരം മില്ലറ്റ്സ് വെച്ചിട്ടുണ്ടാക്കുന്ന കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു ചപ്പാത്തിയാണ്. ഇപ്പോൾ ഇത് നമുക്കിവിടെ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ മോന് വൈകുന്നേരം വരുമ്പോഴത്തേനും ചപ്പാത്തി ന്യൂട്രലായിട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് കുറച്ച് എളുപ്പമാണല്ലോ സ്നാക്ക് ആയിട്ട് കൊടുക്കാൻ, കുറച്ച് ഹെൽത്തിയും ആയതുകൊണ്ട് ഞാനിതിങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന മില്ലറ്റ്സ് അല്ല, എല്ലാതരം മില്ലറ്റ്സും റാഗി, ജോവർ, അങ്ങനെ ഫോക്സ് ടെയിൽ മില്ലറ്റ്, അങ്ങനെ കുറേ 5-6 സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ചേർത്തുണ്ടാക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ, കുട്ടികൾക്കത് കുറച്ച് ഹെൽത്തിയാണ്. അങ്ങനെ പിന്നെ അവർക്ക് ഒരു ഇഷ്ടത്തിന് കൊടുക്കാൻ വേണ്ടി കുറച്ച് ന്യൂട്രലയും കൂടി ആഡ് ചെയ്ത് റോൾ ചെയ്താണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ ഞാൻ പൊതുവേ 4 മണിക്ക് എല്ലാ ദിവസവും സ്നാക്സ് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് നോക്കും. പിന്നെ മോൻ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒന്നും കഴിക്കില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് പഴം വാട്ടിയത്, അങ്ങനത്തെ പഴംപൊരി അങ്ങനെയൊന്നും ഉണ്ടാക്കിയാലും അവനത് കൊടുക്കാൻ പറ്റില്ല. മോൾക്ക് അങ്ങനെ കൊടുക്കാറൊക്കെ ഉണ്ട്. പിന്നെ എന്തായിരുന്നു,
പിന്നെ എഗ്ഗ് ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. എഗ്ഗ് ബുൾസൈ ഫോമിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഗ്ലാസ് പാലും, അതാണ് മെയിൻ സ്നാക്കായിട്ട് കൊടുക്കാറ്. പിന്നെ അതല്ലാത്ത സമയത്ത് ചിലപ്പം ഉഴുന്നുവട, അതൊക്കെ വലിയ കുഴപ്പമില്ലല്ലോ. പിന്നെ ബ്രെഡ് റോസ്റ്റ് അങ്ങനെയൊക്കെ ചെയ്തെടുക്കാറുണ്ട്. അതല്ലാതെ വലിയ സ്നാക്കിൻ്റെ പരിപാടികളൊന്നുമില്ല. പിന്നെ ചില സമയത്ത് ഞാൻ ബൾക്കായിട്ട് ഉന്നക്കയൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അതും പക്ഷെ മോൻ കഴിക്കത്തില്ല. പക്ഷെ ബാക്കി എല്ലാവർക്കും ഇഷ്ടമാണ് ഉന്നക്കയൊക്കെ ഉണ്ടാക്കിയാൽ. What's wrong and why you never said you felt that way? Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to gray as you fade away, as you fade away. Yeah, I'm about to fade away, cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry. അപ്പോൾ ബാക്കി ചപ്പാത്തി ഞാൻ കുറച്ച് സേഫായിട്ട് തന്നെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ലഞ്ചിനും ഇടയ്ക്ക് ഈ ഒരു ചപ്പാത്തി ഒരെണ്ണോ രണ്ടെണ്ണോ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ചീലുള്ളവരാണെങ്കിൽ ഗ്രീൻസ് അങ്ങാടി എന്ന് പറഞ്ഞ കാക്കനാടുള്ളൊരു ഷോപ്പുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഓർഡർ ചെയ്താൽ ഇത് കിട്ടും കേട്ടോ. ഉച്ചകഴിഞ്ഞ് ഒന്ന് ലൈബ്രറിയിൽ ബുക്ക് റിട്ടേൺ ചെയ്യാനുണ്ടായിരുന്നു. കുറേ നാളത്തെ പെൻഡിങ് ഉണ്ട്. അതിന് ഇരുന്ന് കഴിഞ്ഞാൽ ഫൈൻ കൂടും. അപ്പോൾ എന്തായാലും പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ബുക്കില്ലേ, ജസ്റ്റിസ് ഫാത്തിമ ബീവി, ആ ഒരു ബുക്ക് ഞാൻ റിന്യൂ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എനിക്ക് അധികം സമയമൊന്നും സ്പെൻഡ് ചെയ്യണ്ട. കാര്യം ജസ്റ്റ് റിട്ടേൺ ചെയ്താൽ മതി, ഒരു ബുക്ക് റിന്യൂ ചെയ്താൽ മതിയല്ലോ. പിന്നെ ഇതിപ്പോൾ ഒരു സർപ്രൈസാണ് കേട്ടോ. ഞാൻ പണ്ടത്തെ വ്ളോഗിൽ ഒരു വീട് പണിയണേൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ വീട് പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് മാറുമോ എന്നുള്ളത് ഇപ്പോഴും ഡിസൈഡ് ആയിട്ടില്ല. അപ്പം കുറച്ച് ഗ്ലിംസസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ താമസം മാറുന്നില്ലെങ്കിൽ എന്തായാലും ഞാനൊരു ഹോം ടൂർ എടുത്തിട്ട് വീട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് എടുത്തൊരു വ്ളോഗായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇപ്പോൾ ഞാൻ മൺഡേയ്സ് ആൻഡ് തേഴ്സ്ഡേയ്സ് 2 PM ആണ് കേട്ടോ വീഡിയോസ് ഇടുന്നത്. പിന്നെ ഇനിയിപ്പം കുറച്ചുകൂടി റെഗുലറായിട്ട് സമയം കിട്ടുവാണെങ്കിൽ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ആക്കാം. അപ്പം തൽക്കാലം മൺഡേ, തേഴ്സ്ഡേ 2 PM ആണ് നമുക്ക് വീഡിയോസ് വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണണം. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.